ഒന്നും എടുത്തില്ല. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലാണ് കംപ്ലീറ്റ് ഇന്ന് വരച്ചു കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, തീർത്ത് വെച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് ഗ്രൂപ്പിൽ വല്ലതും കണ്ടിരുന്നോ? കണ്ടു. മനസ്സിലായി കാണില്ല അല്ലെ? ഒരു മിന്നായം പോലെ ഒന്നും കണ്ടു മിസ്. മിന്നായം പോലെയല്ല, 2 വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വർക്ക് കൊതിയായി, കണ്ടപ്പോ കൊതിയായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർക്കേ തരൂ, പിന്നെ യൂസ്ഫുൾ ആവുകയും വേണം. രണ്ടും കൂടെ നോക്കിയിട്ട് 2 in 1 ആയിട്ട് തരുന്നതാ. ആൻഡ് വർക്ക് ഇതായിരുന്നു. നമ്പർ 1, ഗ്രീറ്റിംഗ് വേർഡ്സ്. അതിന്റെ മോഡല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഗ്രൂപ്പില്? ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ അതിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്ത് കാർഡ്ബോർഡ് ചാർട്ട് വേണം കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത്രയും തിക്നെസ് കൂടിയ കളർ ചാർട്ട് കിട്ടും 20-25 റുപ്പീസിന്റെ. അത് വാങ്ങിയിട്ട് കളർ ചാർട്ട് വാങ്ങിയിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ കളർ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അതിന്റെ അകത്ത് ഗ്രീറ്റിംഗ് വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കല്ലേ മിസ്? ഫ്ലവർ തന്നെ വേണം. ഷേപ്പ് ഇഷ്ടമുള്ളതാക്കാം. Don't worry about it. Okay, you can make any shape and you can write any words. Already നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ചില കുട്ടികൾ എഴുതിയിട്ടുള്ള വേർഡ്സ് ആണത്. So you can write any words as you like and you can make any shape. ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള വേർഡ്സ് എഴുതാം. പിന്നെ കളറും അതും ഓപ്ഷനിലി ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഇനിയിപ്പോ ഈ ഫ്ലവർ ആക്കണം, ഈ കളർ ചൂസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആൻഡ് ഓൾസോ സൈസ് അതും നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം കാണുന്ന സൈസ് ആയിരിക്കണം. എക്സാമിനൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ങനെ മഷിയിട്ട് നോക്കിയിട്ട് എവിടെ ഗ്രീറ്റിംഗ് വേർഡ്സ് ഒന്നും നോക്കാനാക്കാൻ പാടില്ല. ഇത്ര ഹൈലൈറ്റ് ചെയ്തിട്ട് വെക്കാനും നമുക്ക് വാളിൽ ഫിക്സ് ചെയ്തിട്ട് ഹാങ്ങിങ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ റൂമില് ബെഡ്റൂമിലൊക്കെ ഹാങ്ങിങ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ അല്ലേ? നല്ല രസമുണ്ട്. എക്സാം ആഫ്റ്റർ ദ എക്സാം നിങ്ങൾക്ക് ഇത് പിന്നെ ബെഡ്റൂമിലൊക്കെ ഹാങ്ങിങ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഗസ്റ്റ് ഒക്കെ വരുമ്പോ ചോദിക്കും, ഈ ഗ്രീറ്റിംഗ് വേർഡ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ എന്താണ് റീസൺ? ഇവിടെ ആരാണ് ഇത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ ചോദിക്കും. സത്യമാണ്. എങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തോട്ടെ. അല്ലെ? എല്ലാരും ചെയ്യും, പക്ഷെ അങ്ങനെയല്ല. അവര് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ടെൻഡൻസി ഇത്രയും കൂടുമല്ലോ അല്ലേ? സെൽഫ് മോട്ടിവേറ്റഡ് ആവും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണോ അല്ലെ ഇങ്ങനെ ഓരോന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഒറ്റ പിക്ചർ മേലെ ഇങ്ങനെ 5 അത് കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, യു ഷുഡ് കണക്ട് ഈച്ച് വേർഡ്സ് ടുഗദർ. എല്ലാ വേർഡ്സും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം. അല്ലാതെ ഇങ്ങനെ ഒരു വേർഡ്സ് ചെയ്തു എവിടെയെങ്കിലും മറ്റേ വേർഡ്സ് അങ്ങനെയല്ല. ഒരു പിന്നെ നമുക്കൊരു 6 മുതൽ 10 വരെയുള്ള എത്ര വേർഡ്സ് നിങ്ങൾക്ക് മിനിമം 6 അങ്ങ് ചെയ്യാം. മാക്സിമം 10 വരെ പോവാം. മനസ്സിലായില്ലേ? 10 വേണമെന്നില്ല. 6 ആയാലും നിങ്ങൾക്ക് ആവറേജ് ആയി. അത്രേ വേണ്ടൂ. നമുക്ക് 6 വേണ്ടൂ. ഓക്കെ, പക്ഷെ ആ 6 മിനിമം ആണ്. മാക്സിമം 10 വരെ പോയിട്ട് ചെയ്യാം. അതിൽ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി നഷ്ടപ്പെടും. ഒരുപാട് വേർഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് എത്ര വേർഡ്സ് വേണമെങ്കിലും ഗ്രീറ്റിംഗ് വേർഡ്സ് കിട്ടും. ബിക്കോസ് നമ്മളൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങി ജീവിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഹലോ ഹൗ യു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ വെൽക്കം ചെയ്യും. നൈസ് ടു മീറ്റ് യു, വെൽക്കം, താങ്ക് യു, പ്ലീസ്, എക്സ്ക്യൂസ് മീ. ഇതൊക്കെ ഗ്രീറ്റിംഗ് വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും അല്ലെ യൂസ് ചെയ്യാം. പാർഡൺ മീ ഏത് യൂസ് ചെയ്യാം കേട്ടോ. ഇതില് വേർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഷേപ്പ്, കളർ എന്ത് വേണമെങ്കിൽ, സൈസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. പക്ഷെ വർക്ക് നല്ല നീറ്റ് ആൻഡ് ഇതായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് അല്ല. ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഗ്രീറ്റിംഗ് വേർഡ്സ് ഒക്കെ. പിന്നെ നല്ലതാണ് കുട്ടികൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. പക്ഷേ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ടല്ല ഞാൻ ഇത് തന്നത്. ഇത് കോമൺലി നിങ്ങളുടെ ഒരു അഡീഷണൽ വർക്ക് പോലെ നിങ്ങൾക്ക് തന്നതാണ് കേട്ടോ. ഒന്നാമത്തെ വർക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഷൈന എന്തോ ചിന്തിക്കണുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചെയ്യും, ഏത് ഷേപ്പിൽ ചെയ്യും?
അതല്ല ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ കൂടെ അതെങ്ങനെ ചെയ്യുന്നായിരിക്കും മിസ്. ട്രെയിനിങ്ങിന്റെ ഇടയിൽ അതും കൂടെ ആലോചി- ചെയ്യുന്നത് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്നെ കാണുന്നില്ലേ ഓൾറൗണ്ടർ ആയിട്ട്? അവിടെ ക്ലാസ് എടുക്കും, ഇവിടെ ക്ലാസ് എടുക്കും, അവിടെ വെക്കുക, ഇവിടെ വെക്കുക, എല്ലായിടത്തും ഉണ്ടാവും. കുമ്പിടിയാണ്. അതും കൂടാതെ എന്താണ് ഇപ്പതാ 1, 2, 3, 4 കുട്ടികളുടെ എക്സാം 7 മണി മുതൽ 7 മണിയല്ല 6:45 മുതൽ കാമണിക്കൂറിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. ആ 6:45 മുതൽ ഇതുവരെ ഇരുന്നിട്ട് 4 എക്സാം നടത്തിയിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറിയത്. അതങ്ങനെ ചടി 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 കൊരങ്ങനെ കണക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. മാഷാഅല്ലാ, മാഷാഅല്ലാ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും ഉണ്ടാവും കുട്ടികൾ വിസേ എന്റേത് ഇപ്പൊ നടത്തോ, കുട്ടി ഇപ്പൊ എഴുന്നേക്കും എന്നൊക്കെ പറയുമ്പോ അതും കൂടി അങ്ങോട്ട് നടത്തിച്ചു കൊടുക്കും. വേറെ മിസ് വഴിയില്ലല്ലോ. എന്താ പഠിച്ചത് മിസ് ചോദിക്കാൻ എപ്പോഴും മറക്കും. എന്തിനാണ് വെറുതെ ഒരു മോട്ടിവേഷൻ നേരത്തെ Motivation. പറഞ്ഞ പോലെ. നല്ല കാര്യമാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഞാന് ഇംഗ്ലീഷാണ് ആദ്യം എടുത്തിട്ട് പഠിച്ചത് ഡിഗ്രി. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഹിന്ദി സാഹിത്യാചാര്യ ചെയ്തിട്ടുണ്ട്. പിന്നെ PG സൈക്കോളജി. പിന്നെ എല്ലായിടത്തും കാല് വെച്ചിട്ടുണ്ടല്ലേ. എല്ലായിടത്തും കാലിച്ചു. അത് സൈക്കോളജിയിലേക്ക് ഡൈവേർട്ട് ആവാൻ കാരണം BA ഇംഗ്ലീഷ് ചെയ്തത് സെക്കൻഡില് സബ്ജക്ട് എടുത്തത് സൈക്കോളജി ഓപ്ഷനിൽ പഠിച്ചു. പിന്നെ എനിക്ക് ആ സൈക്കോളജി കൗൺസിലിങ്ങിന്റെ സ്റ്റുഡൻസിന് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ടീച്ചറായിട്ട് കയറിയത് തൊട്ട് അപ്പൊ അത് സക്സസ് ആയി ഭയങ്കരമായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടറിയാൻ ഞാൻ കരുതി ഇനിയിപ്പൊ ഇത് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യം ചെയ്തിട്ട് BA സൈക്കോളജി ചെയ്തു, PG എടുത്തു അതില്. പിന്നെ ഇംഗ്ലീഷില് B.Ed ആണ്. പിന്നെ ഇത് ഹിന്ദി കേട്ടറ്റ് കിട്ടി എഴുതിയത് ഹിന്ദി സൈക്കോളജിയും വെച്ചിട്ടാണ്. കേട്ടറ്റ് 3ഉം 4ഉം എടുത്തിട്ടുണ്ട്. സമാധാനായില്ലേ? നല്ല ടാസ്ക് ആണ് കേട്ടോ. കേട്ടറ്റ് ഒന്നും ആരും എഴുതാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയൂ. ഞാൻ എല്ലാ എക്സാമും ഇല്ലേ എക്സാമിന്റെ തലേന്ന് പഠിച്ചിട്ട് എഴുതിയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല മാർക്കും സ്കോർ ചെയ്തിട്ട് പാസ്സാവും. ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക്. ഇത് 3 മണിക്കൂർ എനിക്ക് മതിയല്ലോ, 2 മണിക്കൂർ മതിയല്ലോ, ഞാൻ പാസ്സാവുന്നല്ലോ ഭയങ്കര ധൈര്യമായിരുന്നു. പക്ഷെ കേട്ടറ്റില് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കാരണം ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇപ്പൊ എന്താ പറയാ ഗൾഫിൽ നിന്ന് വന്നതിന്റെ പിറ്റേന്ന് പോയിട്ട് എക്സാം എഴുതി രാത്രി കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു. പക്ഷെ വിചാരിച്ച മാർക്കൊന്നും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ജസ്റ്റ് പാസ് കേട്ടറ്റ് കിട്ടിയത്. എന്തോ ഒരു എന്താ പറയാ ഒരു 4 മാർക്കിനെങ്ങാനും പാസ്സായി എന്ന് പറഞ്ഞ കണക്ക്. പക്ഷെ അങ്ങനെ പാസ്സായിട്ട് എന്നെ എല്ലാരും ആയിട്ടുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞു നമ്മള് 1 വർഷത്തെ കോച്ചിങ് ആണ്, മറ്റേതാണ്, എത്രയോ പൈസ കൊടുത്തിട്ട് ക്ലാസ്സിന് ചേർന്നിട്ടൊക്കെ പഠിച്ചിട്ട് കേട്ടിട്ട് 4 തവണ എഴുതിയിട്ടും പൊട്ടീന്, എങ്ങനെയാ പാസ്സായി എന്നൊക്കെ. പക്ഷെ അത് എന്റെ സാഹിത്യാചാര്യൻ ഞാൻ എഴുതുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഹിന്ദി. അപ്പൊ ആ ഒരു ഇതൊക്കെ ഇതില് എക്സാം ഒക്കെ എഴുതിയിട്ട് ഒരു സ്കൂളിലോ കോളേജിലോ അങ്ങനെയൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്, ഓൺലൈനിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത്. അല്ല ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ട്, പിന്നെ അപ്പൊ എങ്ങനെയാ വർക്ക് ചെയ്യാൻ പറ്റും? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പ്രിൻസിപ്പൾ അല്ലേ. ഓ അപ്പൊ അവിടെയാണ് വെറുതെ അല്ല, പ്രിൻസിപ്പൾ ആണല്ലേ. പിന്നെ ഞാന് ഇതിലല്ല, ഞാൻ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഗവൺമെന്റ് ഡീല് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു. ആ സമയത്ത് ഞാൻ പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്തതൊക്കെ പ്രിൻസിപ്പൾ ആയിട്ടാണ്. അൽഹംദുലില്ലാ. അതെന്റെ ഭയങ്കര ലക്കാണ്. ടീച്ചറായിട്ട് വെറും ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ടീച്ചിങ്ങിലേക്ക് ആദ്യം തന്നെ കാല് വെച്ചത് പ്രിൻസിപ്പൾ ആയിട്ട് ഒരു അക്കാദമി കംപ്ലീറ്റ്, ഒരു അക്കാദമി അല്ല കംപ്ലീറ്റ് കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അണ്ടറിലുള്ള കംപ്ലീറ്റ് പ്രിൻസിപ്പൾ ആയിട്ട് ജോയിൻ ചെയ്തതാ. പിന്നെ അതിനുശേഷം പിന്നെ അതിൽ താഴ്ന്ന ലെവലിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം ഫസ്റ്റ് അവിടെ കയറിയേരം പിന്നെ ഞാൻ ചിന്തിച്ചു ഇനി ഒരുപാട് ഓഫർ വന്നേരം ഞാൻ കരുതി ഇനി എന്തിനാ ഇത്ര ആദ്യം വലുതിൽ കയറിയിട്ട് പിന്നെ താഴോട്ടേക്ക് പോകുന്നത്, ഇനി മുകളിലോട്ടേ നോക്കൂന്ന് കരുതിയിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്തത്. അത് എന്റെ ഒരു അഹങ്കാരാണ് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ടെൻഷനാണ്. കാരണം ലേറ്റ് നൈറ്റ് ഒക്കെ ചിലപ്പോ ഓവറായിട്ട് ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കേണ്ടി വരും. ആ ഒരു ഡെഡിക്കേഷൻ ചിലപ്പോ ഞാൻ കരുതി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഇത്തിരിയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ എന്നെ ആരും വിളിക്കാറുമില്ല, ആരും മെസ്സേജ് അയക്കാറുമില്ല. കുടുംബക്കാരൊക്കെ പുറത്താക്കി. വിളിച്ചാല് ഒന്നുണ്ടാവുമ്പോഴും ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഒന്നുണ്ടാവില്ല, സത്യാടാ. കാരണം വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒന്നിനും വരില്ല. ആ പരാതിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് ചിലപ്പോ വിളിച്ചാല് സംസാരിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംസാരിക്കാം. എനിക്ക് നല്ല വിഷമാണ്. പക്ഷെ അവര് കാര്യമായിട്ട് ചോദിക്കുന്നതായിരിക്കും. അത് പോട്ടെ.
നമ്മളെ സമയം കിട്ടുമ്പോ നമ്മളെല്ലാം ഒന്ന് ഓടിച്ചാടി പോയി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പഴയതുപോലെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടുള്ള ലൈഫൊന്നും ഇല്ല. ആ ലൈഫൊക്കെ കഴിഞ്ഞ പോലെ ഒരു ഇതാണ്. കാരണം അതിലേക്കൊന്നും പോകാൻ പറ്റണില്ല. ഫ്രണ്ട്സ് ആ ഒരു സർക്കിളൊക്കെ ഭയങ്കര ഷോർട്ട് ആയിട്ടുണ്ട്. സമാധാനായില്ലേ? എന്നെ ഒന്നും ചോദിക്കരുത് എന്നോട്. ചെയ്ത് പോയാ മതി മാ. ഓ എന്നാലും നമ്മളില്ലേ സെൽഫ് സിമ്പിൾ നമുക്ക് ആയിട്ട് മാമിന് ഇപ്പൊ സമാധാനിക്കാൻ മാമിന് ഒരുപാട് കാര്യങ്ങളില്ലേ, മാം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയില്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്. എല്ലാത്തിലും നമ്മൾ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടാൽ മതി, വേറെ ഒന്നും ഇല്ല. എനിക്ക് അത്രേ അതെ. പറയുള്ളൂ. കാരണം ഇത്തിരി കുറെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എല്ലായിടത്തും പോയിട്ട് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടാണ് എനിക്ക് നല്ല ടെൻഷൻ. ഇത്തിരി ആദ്യമൊക്കെ നല്ല വിഷമം വരും, നല്ല സ്റ്റോറി ഒക്കെ കാണുമ്പോൾ എനിക്കിതിൽ പോയിട്ടില്ല. പക്ഷെ അറിയുന്നതുകൊണ്ട് തന്നെ അറിയിക്കുക കൂടി ചെയ്യാം. സ്റ്റെക്കാണോ? ആ സ്റ്റക്ക് ഉണ്ട്. ഇപ്പൊ ഓക്കെ? ഓക്കെ അല്ല. പോയല്ലോ. കേൾക്കുന്നില്ലല്ലേ? ലെസൺ പ്ലാൻ എഴുതിയോ ഷാന നാളത്തേക്കുള്ള? നാളത്തേക്കുള്ള എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ നിസ്കാരം ഇശാസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഓക്കെ ക്ലാസ്സിന് ആണോ? കഴിഞ്ഞിട്ട് വേണം ടീച്ചിങ് ആയിട്ട്. വീഡിയോ സ്റ്റക്കാണ് മിസ്സേ പോയി. ഞാനിങ്ങനെ എഴുതിക്കൊടുക്ക. റഫ് എഴുതുന്നേ? ആ റെക്കോർഡിലൊക്കെ എഴുതിയില്ല ഇതുവരെ. ഞാൻ റെക്കോർഡിലാ ഡയറക്റ്റ് എഴുതുക. അത് റഫായിട്ട് കുഴപ്പമില്ല കളി. കുഴപ്പമില്ല പറഞ്ഞ അങ്ങനെ. ഞാൻ ആ ഫസ്റ്റ് എഴുതിയ ഫോർമാറ്റ് റഫായിട്ട് കാണിച്ചെടുത്തു. ഒരു ഇത് ഫസ്റ്റത്തെ മാത്രം അത് ഓക്കെ എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ മൊത്തം റെക്കോർഡിൽ തന്നെ ഫസ്റ്റ് എഴുതുന്നു. ആ, അതാണ് കേട്ടില്ല. ഓക്കെ അല്ലേ ഇപ്പോഴ്? ആ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത് നമുക്ക് ഒന്നിനു വേണ്ടിയിട്ട് ഒന്ന് നമ്മള് അവിടെ മറക്കേണ്ടി വരും. സത്യമാണത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്, ഓവർ ടെൻഷൻ ആവാതെ എല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാ, മാനേജ് ചെയ്ത് കൊണ്ടുപോവാ. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവാ. നമ്മളുടെ കാര്യം തന്നെ നമ്മൾ കുറച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റാത്തതും അതാണ്. പിന്നെ എന്താ പറയാ, എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള നിർബന്ധമുണ്ട്. അത് കുറെയൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ശീലിച്ചത് കൊണ്ടാവാം എനിക്കത് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ടെൻഷനുള്ള കാര്യമാണ്, കുറെ കാര്യങ്ങള്. OCD ഉണ്ടോ മാം? ഓ OCD ഉണ്ടോ ചോദിക്കാം. OCD ഒന്നും ഇല്ല. അതുകൂടി ഉണ്ടെങ്കിൽ സെറ്റായി. അതെ അതെ. പിന്നെ പറയാൻ കാരണം നമ്മളില്ലേ ഒന്നില് പോസിറ്റീവ് കാണണം എന്ന് പറഞ്ഞത് അതാണ്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അത് സത്യമാണ്. അതാ എപ്പോഴും ബിസി ആയിരിക്കാന്നുള്ള ഒരു ടിപ്പ് ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. കാരണം എന്താ, ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ലൈഫിൽ ഇന്നത്തെ കാലത്ത് കുറെ ആൾക്കാരുണ്ടാവും എന്നെ പോലെ. എനിക്കൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഓവർ തിങ്കിങ് തന്നെയാണ്. ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴെന്താണെന്നറിയോ, അത് നമ്മളിങ്ങനെ ചിലപ്പോ വേണ്ടതൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഡൗൺ ആവും. അപ്പൊ അങ്ങനെയുള്ളവർ എപ്പോഴും ബിസി ആയിരിക്കും കേട്ടോ. എനിക്കൊക്കെ ഇപ്പൊ ഒന്നും ചിന്തിക്കാനൊന്നും സമയമൊന്നും കിട്ടാറില്ല. ഞാൻ എപ്പോഴും ആക്റ്റീവ് ആവും. ഓ ഞാൻ ഓവർ തിങ്കിങ് ഉള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു എപ്പോഴും ആക്റ്റീവ് ആക്റ്റീവ് ആയിരിക്കുക. സത്യമാണ്, അത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. ഞാൻ ഈ കൗൺസിലിങ്ങിന്റെ സെക്ഷനൊക്കെ വരുന്ന പറയും, എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടി ഇങ്ങനെ ഉറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കേസിലൊക്കെ ഞാൻ അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ഇനിയിപ്പോ ഒന്നും വർക്കിംഗ് അല്ല, പിന്നെ ഹോം മേക്കർ ആണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ആ വീട്ടിലുള്ള ജോലിയിൽ തന്നെ ഇത്തിരി ആക്റ്റീവായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമ്മളെ മനസ്സ് ഫുൾ ഡെഡിക്കേഷൻ കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ ഈ ഓവർ തിങ്കിങ് ഒക്കെ പോയിക്കോളും. ഓക്കെ. ഹോബീസ് കണ്ടുപിടിച്ചാൽ ഓ ഹോബീസ് ഹോബീസ് കണ്ടുപിടിച്ചാൽ മതി. ഹോബീസ് ഒന്നും ചെയ്യാൻ നേരമില്ലാത്തത് എന്നോടാണോ? ഹോബീസ് എന്നൊക്കെ കേൾക്കുമ്പോ അല്ല ഇപ്പൊ മാമിനോടല്ല ഇങ്ങനെ. അതെ അതെ, ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോബിയിലോട്ട് പോവുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. ഇന്ന്
ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി ഇത് ഇവിടെ നിർത്താം, നമുക്ക് അതാ നല്ലത്. കാരണം ഇന്ന് ഡെമോ ക്ലാസ് എടുക്കാനുണ്ട്, കുറച്ച് പേര് ബാക്കിയുണ്ട് അല്ലേ? അപ്പൊ അത് മറക്കണ്ട. വേറെ കാര്യം, പിന്നെ രണ്ടാമത്തെ വർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ? ഐ എം റിയലി സോറി. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത്, പിന്നെ ആദ്യത്തെ വർക്ക് മാജിക്കൽ വേർഡ്സ് ആണ്, രണ്ടാമത്തെ നാഷണൽ സിംബൽ ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോ നമ്മുടെ കൺട്രി ഇന്ത്യ, അപ്പൊ അതിന് ഒരു പിന്നെ നമുക്ക് നാഷണൽ ഫ്ലവർ ഉണ്ട്, നാഷണൽ ആനിമൽ ഉണ്ട്, നാഷണൽ ബേർഡ് ഉണ്ട്, അതുപോലെ നാഷണൽ മണി നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയും അല്ലെ? അപ്പൊ റുപ്പി അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു പിന്നെ സർക്കിളില് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് മിഡിലിൽ എന്ത് ചെയ്യാം, ഇന്ത്യന്റെ ആ ഒരു സ്ക്വയറിലോ പിന്നെ അല്ലെങ്കിൽ സർക്കിളിലോ കട്ട് ചെയ്ത് എടുത്തിട്ട് മിഡിലിൽ എന്ത് ചെയ്യാം, ഒരു വട്ടത്തിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നടുക്ക് ഇന്ത്യ എന്ന് എഴുതാം, മിഡിൽ ഇന്ത്യ എന്ന് എഴുതിയിട്ട് സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് പദസൂര്യനൊക്കെ കാണാറില്ലേ നിങ്ങള്? അപ്പൊ ഓരോ ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ പിന്നെ ഇതിന്റെ ലോട്ടസിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് ലോട്ടസ് എന്ന് എഴുതുക. അപ്പൊ നാഷണൽ ഫ്ലവർ ലോട്ടസ്, അത് നമുക്ക് എക്സാമിന് പഠിക്കാതെ ഇത് കണ്ടിട്ട് തന്നെ ഒരു മാർക്ക് കിട്ടി. നിങ്ങൾക്ക് ഇതിൽ നിന്നാണ് വൈവൊക്കെ എക്സാമിന് GK ക്വസ്റ്റ്യൻ വരിക, ജനറൽ നോളജ്. ഇതാ ഇപ്പൊ പോലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യന് പോലും ആൻസർ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്, ഭയങ്കര ടെൻഷൻ വരുന്നോ. ചാർച്ചിലല്ലേ? ഹൂസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നരേന്ദ്രമോദി അല്ലേ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് ചോദിച്ച് അല്ല, വലുത് ചോദിച്ചു നോക്കും. വലുത് ചോദിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോ ഇത് ചോദിക്കും, ഇങ്ങനത്തെ ചോദിക്കും. വെറുതെ കഴിക്കണം. പിന്നെന്താ ചെയ്യാ? അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് വലിയത് ചോദിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോ ചെറുതിലോട്ട് കൊടുക്കാം, പിന്നെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഓ, ഇതില് ഇനി ഞങ്ങളെ വൈബന്റെ സമയത്ത് അങ്ങനെ തന്നെ ചിന്തിച്ചാ മതി കേട്ടോ. അല്ല, എല്ലാവരുടെ വൈവൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ലോട്ടസിന്റെ പിക്ചർ ഒട്ടിക്കുക, നാഷണൽ സിംബലിന്റെ പ്രതീകമായിട്ട് ഇന്ത്യ എന്ന് മിഡിൽ എഴുതുക, ലോട്ടസിന്റെ പിക്ചർ ഒട്ടിക്കുക, ലോട്ടസ് എന്ന് എഴുതുക, ആൻഡ് ഒരു പീകോക്ക്, അതുപോലെ പീകോക്കിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് പീകോക്ക് എന്ന് എഴുതുക. നാഷണൽ ബേർഡ് അല്ല, നാഷണൽ ആനിമൽ വരുമ്പോ ടൈഗർ, അങ്ങനെ ട്രീ വരുമ്പോ ബനിയൻ ട്രീ. ആ ഒരു ട്രീ, ഇപ്പൊ ബനിയൻ ട്രീന്റെ പിക്ചർ കിട്ടണില്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വലിയ ട്രീ അവിടെ വരച്ചു വെച്ചിട്ട് അതിന്റെ താഴെ ബനിയൻ ട്രീ എന്ന് എഴുതിയാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ റുപ്പി എന്ന് എഴുതുമ്പോൾ ഒരു പഴയ ഒരു നാണയം വരച്ചിട്ട് ഒട്ടിക്കാൻ കിട്ടണില്ലെങ്കിൽ, അതിന്റെ പിക്ചർ കിട്ടണില്ലെങ്കിൽ നാണയം ഒന്ന് വരച്ചാൽ മതി കേട്ടോ. നമ്മൾ 1 രൂപ 2 രൂപ അങ്ങനെ വരച്ച് വെച്ചാൽ മതി. സോ ഇതില് 10 സിമ്പിൾസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു റൗണ്ടിൽ ചെയ്തിട്ട് അതിന്റെ സർക്കിളിൽ പിന്നെ നമ്മൾ പിക്ചർ ഒട്ടിച്ചിട്ട് എഴുതിയിട്ട് മോഡൽ ഞാൻ അയച്ചുതരാം. കഴിഞ്ഞ പ്രീവിയസ് ബാച്ചിലെ കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് മോഡൽ അയച്ചുതരാം കേട്ടോ. അപ്പൊ ഇതിലൊരു 10 സിമ്പിൾസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിന്റെ മോഡൽ സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ കയ്യിൽ എന്റെ ഫോണിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രൂപ്പിൽ ഇടാതിരുന്നത്. ഈ 2 വർക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. ഓക്കെ, നല്ലതാണ്. കാരണം നിങ്ങളുടെ നോളജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് തരിക. ചിലർക്ക് ഗ്രീറ്റിംഗ് വേർഡ്സ് അറിയെങ്കിൽ അത് എവിടെയൊക്കെ യൂസ് ചെയ്യും, നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെ ഇത് നമുക്ക് യൂട്ടിലൈസ് ആവുന്നില്ലത് അറിയില്ല, നമ്മൾ യൂസ് ചെയ്യില്ല. ചിലപ്പോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് എവിടെയെങ്കിലും പബ്ലിക്കിൽ എവിടെയെങ്കിലും സൊസൈറ്റിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് മറ്റുള്ളവരായിട്ട് നമ്മൾ പിന്നെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ വേർഡ്സ് നമ്മളുടെ മൈൻഡിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ എന്നൊന്ന് പറയുന്നു, ഒന്ന് മാറുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ് വേർഡ്സ് റിമൈൻഡ്സ് പോലെ നിങ്ങൾക്ക് തരുന്നത്. അതും നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യമെല്ലാം ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വർക്ക് നമ്മളുടെ സിമ്പിൾസ്, നാഷണൽ സിമ്പിൾസ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീകങ്ങൾ. ഇത് നമ്മൾ എപ്പോഴും എവിടെ ആയാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് നമുക്ക് നല്ല നോളജ് തന്നെയാണ്. നമ്മൾ എവിടെ ഹായ് വാട്ട്സ് യുവർ നെയിം? നെയിം പറയാനായി ബ്യൂട്ടിഫുൾ Name- ബ്യൂട്ടിഫുൾ സ്മൈൽ. നെയിം പറയാനായിട്ടില്ല, 2 വയസ്സായിട്ടുള്ളൂ. അയിന പറഞ്ഞേ. എന്താ പേരെന്താ? ഉമ്മ പറഞ്ഞാ മതി പേര്. അയിന എംലി. അയിന മീൻസ് കണ്ണല്ലേ? യെസ്, അറബിയില് അയിൻ കണ്ണ്. അതെ അതെ. അപ്പോ നമ്മള് പിന്നെ
ഇത് ചെയ്യാട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോ എന്തെങ്കിലും ഒരാള് ചോദിക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും. ഞാനിങ്ങനെ ഒരു ഡെമോ മോഡൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇതാണല്ലോ നമ്മളുടെ നാഷണൽ ബേർഡ് പീകോക്ക് ആണല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നാളെ നിങ്ങളുടെ പബ്ലിക്കിൽ ജീവിക്കുമ്പോ, സൊസൈറ്റി ജീവിക്കുമ്പോ യൂസ്ഫുൾ ആകുന്ന സംഗതികളാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വർക്കും ഫസ്റ്റത്തെ വർക്കും മസ്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. ഓക്കെ. ഓക്കെ. പിന്നെ 2 വർക്ക് ആയിട്ടുണ്ട്. ഇന്ന് കൊടുത്ത 2 വർക്ക് പ്രാക്ടിക്കൽ വർക്കിലേക്ക് കുറച്ച് വർക്കും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ റിവിഷനും മറ്റു കാര്യങ്ങളും നമ്മളുടെ ചെറിയൊരു ചാപ്റ്ററും കൂടെ നമുക്ക് പ്രീ പ്രൈമറിന്റെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ആക്കി മറ്റു കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. മോണ്ടിസോറിക്കാർ ഇതിലുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ വരുന്നുണ്ട്, കുറച്ച് ചാപ്റ്ററും കാര്യങ്ങളൊക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാം, നമുക്ക് ആ ഓ, പിങ്ക് ടവർ പറഞ്ഞില്ലേ, അത് ചാർട്ട് അങ്ങനെ നമ്മൾക്ക് മറ്റു ഫെവിക്കോൾ എന്തെങ്കിലും ബാച്ചുകാരെ വെച്ച് പ്രശ്നമാക്കുവേ. പേ ചോദിച്ചോ. അങ്ങനെ വെച്ചാൽ അത് ഒട്ടി അങ്ങനെ നിക്കുവോ? അത് ആ ഒരു പീസ് ചാർട്ട് തന്നെ കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ തെർമോക്കോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യേണ്ടി വരുമോ? ആ, അത് വേണ്ട വേണ്ട. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. മടക്കി 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 എടുത്തിട്ടാണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അത് അതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ പിങ്ക് ടവറിന്റെ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും. നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ. ഫോൾഡ് ചെയ്തിട്ട് വെക്കുകയാണ് അങ്ങനെ അല്ലേ? ആ, പിന്നെ ഞാൻ ഇതിൽ ഈ ക്ലാസ്സിൽ നമുക്ക് പറയാൻ പാടില്ല എങ്കിലും യൂസ് ദിസ് 3 ഫിംഗേഴ്സ്. ആ ഒരു ഇത് നമ്മളെ പിന്നെ പിങ്ക് ടവർ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ എടുത്തു വെക്കണം കേട്ടോ. ഈ 3 വിരൽ വെച്ചിട്ടുണ്ട്, അത് താഴെ മുകളിലായിട്ട് എടുത്തു വെക്കണം. ദിസ് ഇസ് ദ വേ വി ക്യാൻ ഡെവലപ്പ് എ ചൈൽഡ് ഹാൻഡ് റൈറ്റിംഗ്. കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വിരൽ മാത്രം യൂസ് ചെയ്തിട്ട് എടുത്തു വെക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ അത്? അതിന്റെ ഒരു ഇത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യോ? ഫോട്ടോ ഞാൻ ഓൾറെഡി ഏതോ ഒരു കുട്ടീനെ എന്റെ ഫോണിൽ ഉണ്ടായത് അല്ല, അയച്ചിട്ടുണ്ട്. ഫോട്ടോ ഉണ്ട്, പക്ഷെ അതിന്റെ ആ വീഡിയോ അല്ല, definition ഒക്കെ യൂട്യൂബ് വീഡിയോ. നല്ലൊരു വീഡിയോ ഞാൻ നോക്കട്ടെ, ലിങ്ക് കിട്ടുവാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അല്ല, യൂട്യൂബ് വീഡിയോ ആരൊക്കെ ഗ്രൂപ്പിലിട്ട് ഞങ്ങൾക്ക് കിട്ടി, പക്ഷെ അതിന്റെ ഡെഫിനിഷൻ മാം പറഞ്ഞത് പോലെ തന്നെ നമുക്ക് അത് ഞാൻ മാമിന് വോയിസ് പ്രസന്റ് അയച്ചുതരാം. ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസന്റേഷന്റെ ഞാൻ വോയിസ് അയച്ചുതരാം. presentation അതുപോലെ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അത് ആ, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം, ബിക്കോസ് മോണ്ടിസോറി ആണ്, മലയാളം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഓക്കെ. ആ പ്രസന്റേഷന്റെ വോയിസ് ഞാൻ അയച്ചുതരാം. അത് അതുപോലെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. വീഡിയോ എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും തന്ന വർക്കാണ് ഈ 2 വർക്ക്. എല്ലാ ബാച്ചിനും ACCA-കാർക്കും PPTC-കാർക്കും MTTC-കാർക്കും എല്ലാം ഇനി എന്ത് ബാച്ചൊക്കെ ഉണ്ടോ ആ ബാച്ചിനൊക്കെ കൊടുക്കുന്നതാണ്, എല്ലാ ബാച്ചിനും. ഓക്കെ, എല്ലാവരും ചെയ്യേണ്ട വർക്കാണിത്. അപ്പൊ ആ 2 വർക്കും ചെയ്യാട്ടോ, എല്ലാവരും ചെയ്യേണ്ടതാണ്. മാം, അപ്പൊ ആരാണ് ഇന്ന് ക്ലാസ്? എത്ര സൈസ് എത്ര വേണ്ടി വരും ഇന്ത്യയുടെ മാപ്പിന്റെ? ഇന്ത്യ Chart സിമ്പിൾസ് full ഉണ്ട് അല്ലെ? സിമ്പിൾസ് ചെയ്യുന്നതിന്റെ സൈസ് ഈ പറഞ്ഞതുപോലെ ഗ്രീറ്റിംഗ് വേർഡ്സ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഒക്കെ എടുക്കാം. പക്ഷെ അത്യാവശ്യം നല്ല കാണുന്ന സൈസ് ആയിരിക്കണം. മിസ് അതൊരു ചാർട്ടിലല്ലേ ചെയ്യണ്ടേ? ചാർട്ടിൽ വേണ്ടടാ. ചാർട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ഈ നമ്മള് ഇത് ചെയ്തില്ലേ, ഗ്രീറ്റിംഗ് വേർഡ്സ് ഒക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും നല്ല ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാൻ കട്ടൗട്ടിൽ പറ്റും. ചെയ്യേണ്ടി വരും അല്ലേ? കട്ടൗട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ, ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണത്. ചാർട്ടിൽ വേണ്ട. ചാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് കീറിപ്പൊയ്ക്കാനൊക്കെ കഴിയും, ഇത്രേ ഉള്ളൂ. ആ ഒരു നോളജ് നമുക്ക് എപ്പോഴും മനസ്സിൽ തങ്ങിക്കണം. എവിടെയെങ്കിലും ഒരു വാളിൽ ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് ചെയ്തിട്ടൊക്കെ കാണുമ്പോൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഇതെപ്പോഴും കാണണം. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അത് ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? സോ ആരാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്? ആരാ? ആസി എടുത്തോ? ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തുതരാം. ക്ലാസ് എടുത്തവര് നെയിം ടൈപ്പ് ചെയ്ത് ഇടാം കേട്ടോ. എടുക്കാത്തവരെ എനിക്കൊന്ന് ക്യാച്ച് ചെയ്യാനാണ്. ഓക്കെ. ക്ലാസ്സിൽ ആ, അത് എല്ലാവരും നിങ്ങൾ ക്ലാസ് എടുത്തവർ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പേര് അതിൽ ടൈപ്പ് ചെയ്തിടാം. ഗ്രൂപ്പ് ഓപ്പൺ അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തുതരാം കേട്ടോ. ഷഹന, നെക്സ്റ്റ് ആരാണ്? അഫ്ലിയ അല്ലെ? അഫ്ലിയാസ്നെ ആൻഡ് അഫ്നിത. അഫ്നിത നൈറ്റ് ബാച്ചിൽ ഉണ്ടല്ലേ? മറ്റേ ബാച്ചിൽ ഉണ്ടായിരുന്നു. അമിന. രണ്ട് അഫ്നിത ഉണ്ട്. ഈ അഫ്നിത സൈലന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ അഫ്നിത ആരാണ് ക്ലാസ് എടുക്കുന്നത്? പെട്ടെന്ന് പറയട്ടെ. ഫമിത, ഫൗസിയ,
ജംഷീറ, ജസീല, ആരെങ്കിലും? ആർക്കും പറ്റണില്ലല്ലേ ക്ലാസ് എടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സാം. ഫമിത, ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ വരണം കേട്ടോ. ഞാൻ എടുക്കാന്ന് പറഞ്ഞ് റെഡി ആയി ക്യാമറ ഓൺ ചെയ്യണം. ഇതാണ്. വെരി ഗുഡ്. യെസ്. ഫമിത, ഓൾ ദി ബെസ്റ്റ് ഫമിത. യു ക്യാൻ സ്റ്റാർട്ട് നൗ. കാണുന്നുണ്ടോ മിസ്സേ? യെസ്. ഓ ഹായ്, ഗുഡ് ഹായ്. ആഫ്റ്റർനൂൺ ഓൾ. ഹായ്, Good ഗുഡ് afternoon. ആഫ്റ്റർനൂൺ മാം. How are you? Fine. All are happy today? യെസ്, Yes. ഹാപ്പി Happy? യെസ്. ഹാപ്പി Say loudly, happy today? യെസ്. ഹാപ്പി. Yes. All are tired, right? നോ No. മാം. We are happy. Have your lunch? We are energetic. Yes. Have your lunch today? യെസ്. Yes. Which item? Meals. What is your lunch? Biryani? മിനി മീൽ. നോ മാം, മിനി മീൽ. Normal meal. Meal. Do you like meal? യെസ് I മാം. like biryani. I like normal meal. All of you, all stand up, all of you. Stand up, all of you. ഇത് വേണമായിരുന്നു Clap മിസ്സേ. and jump. All of you clap and jump. ഇരുന്ന് ജമ്പ് ചെയ്യാം മിസ്സേ. Okay? I can't jump up like you. Please learn previous class. English letters, first letter A. Do you A. remember? Yes. That is A. A. Say loudly A. A. ഏ. Sound. What is sound of A? Who is A? What is sound? A. 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 Today, new letter, English letter, second letter B. All of you say loudly B. ബി. ബി. B. 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 ബി. Sound of B. 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 ബ. B. B. Say loudly, all of you. B. B. Asia, say loudly. B. 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 Who can tell one? Some words with B. ബോൾ. Some words. Ball. Banana. ബാറ്റ്. Bag. Wow. Very good. We say ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. butterfly. Banana. What is this? ബനാന. What is this? ബനാന. Banana. This is ബനാന. banana. Banana. This banana. This is Banana. banana. What is this? ബനാന. Banana. 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 This sound of B. 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 ബ. Separate color banana. Do you know? Yellow Yes. color, green color. Louis. Red. പിങ്ക് കളർ. Very purple good. color. Red color. We say red color banana. ഞാനാ പറഞ്ഞ മിസ്. Very good. ഞാനും പറഞ്ഞപ്പോ മിസ് കേട്ടില്ല. Black ഓർക്ക color. പറയണം. Sorry. What മെല്ലെ is പറഞ്ഞു. this? What is that? What's that? What is this? Butterfly. ബോൾ. ബോളാണോ No. മാം?
ഫുട്ബോൾ ആണോ? Ball. ഓ വോളിബോൾ clear? ആണോ? അതാ മനസ്സിലാവാത്തത് മാം. Ball. I Yes. can't hear. Ball. 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 ബോൾ എന്നാണോ Before- ബാൾ എന്നാണോ പറയാ മാം? Ball. 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 ബോൾ എന്നാണോ പറയാ ബാൾ എന്നാണോ പറയാ മാം? Ball. 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 Spelling is B-A-L-L. Ball. ബോൾ. B-L-L. Ball. ബോൾ. ശരിക്കത്തെ ബോള് വടിമ കുത്തിയതാണോ? ഒരു 3D ലുക്ക് ഉണ്ടല്ലോ. സത്യം. No. This is picture. This is ball Oh. picture. ഓക്കെ. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ട് അങ്ങോട്ട്. അതിങ്ങനെ ബെൻഡായി. Didn't play ball with the ball? Yes. Yes. Football, cricket, volleyball. Did you like? Yes. Yes. What is this? It's a bag. ആഗ്. Next word, bag. Yes. Bag. ഒറിജിനൽ പോലെ ഉണ്ടല്ലോ. Say loudly. Bag. 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 What is this? This Bag. is bag. B for bag. 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 First, banana. 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 Next, ball. Ball. Bag. 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 മാം ഇതാണോ ഈ ചിക്കൻ ബനാന? This letter is B. 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 ബുക്കിന്റെ ബോൾ ഒന്നും കൂടി കാണിച്ചു തരാം. B. B. Okay. This is ball. 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 This is beautiful ball. Yes. Yes. Okay. First English letter, second letter is B. B. This is capital letter B. Capital letter B. Mama letter B. Mama letter B. This is B. This B. is All of you write in air B. First, standing line. standing line. Next, curving Okay. line. Curve. Half circle. Next, Half circle. half circle. All of you write in air B. 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 First standing letter. Next half circle. Then one half circle. This is small letter B. B. Letter B. 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 Standing letter. Next Standing Curve. line. Curve. A small standing curve. line. Sorry. Standing line. And a small Next. curve. Small. Curve. Half. Say loudly. Small Are you curve. happy? Yes. Are you interested? Yes. Happy mom. Okay. We will sing a song. We sing a song. Okay? Okay. Are you ready? Yes. Ready? Ready. What is this, dear? That is ball, ma'am. What is this, dear? What is this? Oh, പാട്ട് പാടും. Sing to me after me. Okay? Okay. Okay. What is this, dear? This What is ball is island from mummy, my dear. This is ball island from mummy, my dear. മാം All sing. Ball. What ഒന്നും is this, മനസ്സിലായില്ല, ma'am. dear? This What? is ball island from mummy, my dear.
This is ball I learned from mummy, my dear. Say, sing. All of you sing. What is this, my dear? What is this, dear? This What is is ball this? I learned from mummy, my dear. മാം ഓരോ ലൈനായിട്ട് പാടിത്തരും, മനസ്സിലാകുന്നില്ല. What is this, dear? What is What this, is dear? this, dear? Okay, What what is is this, this, dear? This is ball This is ball ball I learned from I learned from mummy, my dear. mummy, my dear. Did you understand? Yes. Yes. Okay, very good. What is this, dear? What is this? This is ball I learned from mummy, my dear. This is ball I learned from mummy, my dear. Yes. What is this, dear? What What is this, dear? This is bag I learned This is from bag mummy, my dear. I This learned from bag mummy, my dear. What is this, dear? What is What this, is dear? This is bag I learned from mummy, my dear. This is bag I This learned is from bag mummy, I learned from dear. my dears. What is this, dear? ഈ What? പാട്ട് രസല്ലേ മാം? രസല്ലേ? Sorry. താളം കിട്ടുന്നില്ല. I don't like this song. Okay, next. Long What song. is this, dear? What I is see one this, short dear? song. This Mom, is banana short I learned from mummy, my dear. this? don't Is get Banana I learned I from learned mummy, from my dear. അതിന്റെ മീനിങ് Mom, എന്താ മാം? banana can't catch it. This is banana island. I From learned from mummy, my dear. Okay, I From learned from my mummy, my dear. Didn't like? Yes. No, Mom. No. Mama. What Yes. is your reason? Oh, this is lengthy song. No, first same line, all same line. Words change. This is B. 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 All of you say loudly. B. B. Who say another words? B with the B. Book. Who say? Book, ma'am. Book. Very good. Bed. All of you clap your hands. Book. Bed. 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 Who say? Asia. Book. Asia. Okay, very good. Bed. Next word, Very bed. good. And next, Bread. bread. Bun. Asia, did you eat bread? Yes. Bowl, Board. ma'am. Board. Bowl. Bun. Bowl. Bowl. Very good. Next, Board. Bun. board. Bucket. Black. Black color. Blue. Blue. Brown. Okay, very good. Bucket. Next, Buckle. how is Buffalo. right to be? Okay, very good, all of you. Thank you, Miss. Thank you, ma'am. Next, A standing line. first, standing line. Next, half circle. Then half circle. Another circle. Okay, ma'am. I know Okay. how to write. Yes. Yes. നമ്മൾ First, standing line. Standing Standing. line.
A small curve. Curve. Next, small Another curve. curve. First, standing line. Standing line. A curve. Small curve. Another And another curve. All. Very good, all of you. Thank All you, of you ma'am. write in air B. B. Standing line. How is right? Ah, A very curve. good. And another curve. Jahina, very good. Thank you, We will ma'am. give 1 star, okay? Thank you. Yeah, I got star. Next, this is capital letter B. Sound of B. B. Sound of B. 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 No, I B. don't know. Saumi, B. 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 Okay, next is small letter B. First standing line. Next is small curve. Small curve. Standing line and a small curve. Standing line. Next is small curve. Curve. Okay. How is right? Small letter B. First standing Standing line. line. Next is small curve. All right in air B. First standing line. Standing Next line. is A small curve. 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 Okay, very good. Thank you. Next, take your page number 34. Oh my I God. have no text, ma'am. What? Then why did you sit in the class? ഒരു ദിവസം ടെക്സ്റ്റ് Okay. കൊണ്ടുവരില്ല Tell മാം. me. It's only today. Listen here. First letter of English letter. First letter A. That A. sound of A. Ah. A. A. Next, today new letter B. B. This is second letter in English letters. Okay? Alphabet. B. Yes, ma'am. B. Letter B. Very good. B. B. Could be. All stick notebook after day. Today. After next class. Some pictures with B. Some pictures with B without banana, bag, ball. Okay? Okay, ma'am. Are you ready? Ready, ma'am? Okay. Today, wind up class. Our class. Okay? Okay. Thank you, ma'am. Okay. Bye. See you. Bye. See Thank you. you. Bye. Enjoy. We are really enjoying. Your song is super, marvelous. ഇത് എത്ര പേര്? എവരിബഡി പറയൂ. Did you അടിപൊളി. enjoy the song? Yes. ഒരു താളം കിട്ടുന്നില്ല. ബാക്കിയൊക്കെ അതെ കുഴപ്പമില്ല. അതെ. ലൈൻസ് ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ പറഞ്ഞ സങ്കടമായോന്നാവല്ലേ? വെറുതെ പറഞ്ഞതാ. അതായത് ഫമിത, could you please on your camera? എവിടെ പോയി? ക്ലാസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഫമിത. Your class was excellent and presentation and teaching skill everything follow up ചെയ്തിട്ടുണ്ടായിരുന്നു. It was excellent, nice. Okay. അതില് നമുക്കൊരു ബോറിംഗ്, we were boring. സത്യം പറയാലോ അല്ലെ? ഓപ്പൺ ആയിട്ട് പറയണതിൽ ഒരു കുഴപ്പമില്ല. We were boring ഇല്ല. because of the song. അത് കുറേ റിപ്പീറ്റ് ചെയ്തു. ബിക്കോസ് നമ്മള് ഇവിടെ ആക്ച്വലി ക്ലാസ് റൂം നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അല്ലേ? നിങ്ങൾ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പിന്നെ ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് അതൊരു റിപ്പീറ്റേഷൻ വന്നപ്പോ ഒരു
അത്രയും വേണ്ടായിരുന്നു. കുറച്ച് പിന്നെ സ്പീഡപ്പ് ചെയ്യായിരുന്നു ആ ഒരു സോങ്ങിന്റെ ആ ഒരു പോർഷൻ. ഓൾ ഓവർ നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ബി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് എ സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് ഹാഫ് കേർവ്. ഹാഫ് സീറോ വേണ്ട, ഹാഫ് കേർവ് ആൻഡ് വൺ മോർ ഹാഫ് കേർവ് ടു മേക്ക് ലെറ്റർ ബി. ഓക്കെ, അവിടെ കേർവ് ആണ് വരുന്നത്. അവിടെ 2 കേർവ് എടുക്കുന്നുണ്ട് നമ്മൾ അല്ലേ? ഗവർണല്ലേ പറഞ്ഞത്? കേർവ് അല്ല, ഹാഫ് സീറോ അങ്ങനല്ലേ ഫസ്റ്റ് പറഞ്ഞേ? ക്യാപിറ്റൽ സർക്കിൾ മിസ്സേ, സീറോ എന്ന് പറഞ്ഞില്ല, സർക്കിൾ ആണോ? സർക്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കിൾ എന്ന് ഹാഫ് പറഞ്ഞല്ലേ? സർക്കിൾ പിന്നെ സർക്കിളിൽ പറയണ്ട, നമ്മൾ അവിടെ കേർവ് തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സ്ലാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, കേർവ്, ഇതൊക്കെ ആ ഒരു മെത്തേഡിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. യു ഹാവ് ടു റൈറ്റ് എ സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് എ കേർവ്, വൺ മോർ കേർവ് ടു മേക്ക് ലെറ്റർ ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കാം, എന്നിട്ട് ഒരു കേർവ് വരക്കാം, വൺ മോർ കേർവ് വരക്കാം, 2 കേർവ് വരക്കാം. എത്രയേ ഉള്ളൂ. ഇത് ഇത് അതല്ലാതെ അപ്പർ കേർവ് ആൻഡ് ഡൗൺ പിന്നെ ആയിട്ടും വരക്കുന്നത് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഡ്രോ എ അപ്പർ കേർവ് ആൻഡ് എ ഡൗൺ കേർവ് ടു മേക്ക് ലെറ്റർ ബി, അങ്ങനെയും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതില് പിന്നെ കറക്ഷൻ എനിക്ക് ആ ഒരു ബി എഴുതിയത് കുറച്ചൊന്ന് സർക്കിൾ എന്ന് പറയണ്ട, കേർവ് തന്നെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ആ സോങ് ഇത്തിരി ലാസ്റ്റിംഗ് ആയി, വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ എനിക്ക് ഇവര് ഇവിടുന്ന് സംസാരിക്കുന്ന ഇവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി they were boring during the class because of the song, isn't it? മിസ്സേ, ഇതൊരു താളം കിട്ടായിട്ട്. സോറി. ഇവർക്ക് താളം കിട്ടിയില്ല. സോറി ഒന്നും വേണ്ടടാ. പക്ഷെ അത് ഒരുപാട് ഇവര് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് ഫമിത. കാരണം എന്താ, ഇവരിങ്ങനെ വാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തീർന്നിട്ട് വാച്ച് ചെയ്യാനിരിക്കുകയാണ്. ഇവര് ക്ലാസ്സിൽ ഇരിക്കുകയല്ല എന്നുള്ള ഒരു അഹങ്കാരം ഇവർക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇത്തിരി കുരുത്തം കെട്ട കുട്ടികളും ആണല്ലോ. അതെ, അതില്ലാത്ത സങ്കടം വേണ്ട വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ. അതെ അതെ. ഇത് രണ്ടാള് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എനിക്ക് വേറെ ആരൊന്നും പറയുന്നില്ല. സൗമ്യ അപ്പൊ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു. സൗമ്യ എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. നാളെ കണ്ടതിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ഇന്ന് എവിടെ പോയി ക്യാമറ ഓഫ് ചെയ്തിട്ട്? മിസ് പറഞ്ഞതിനെ കൊണ്ട് ഇപ്പം വരും. അല്ല, സത്യമാണ് കേട്ടോ. ചില കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് എപ്പോഴും ഭയങ്കരമായിട്ട് വെറുതെ ചിരിക്കുക, നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. എല്ലാ ബാച്ചിലും ഇങ്ങനെ കുറെ കുട്ടികളുണ്ട് ക്യാമറ ഓൺ ചെയ്ത്. അവരുടെ ഫേസ് ആണ് ആക്ച്വലി നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ 4 പേര് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ നല്ല ഒരു എനർജി ഫീൽ ചെയ്യുക. അത് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്തിട്ട് വരും. ക്യാമറ മാക്സിമം ഓൺ ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ ഇന്റേണൽ മാർക്കിനെ ഇത് എഫക്ട് ചെയ്യും. ഈ ഇരിക്കുന്നവരെയൊക്കെ എക്സാം നടത്തുമ്പോ എനിക്ക് മനസ്സിലാവും, ഈ കുട്ടി എപ്പോഴും ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. ഒരു 10 മാർക്ക് പോട്ടെ. ക്യാമറ ഓൺലൈനും മാർക്ക് ഉണ്ടല്ലേ എന്നത് ആദ്യം പറയണ്ട എല്ലാരോടും. എല്ലാരും ഓണാക്കി വരൂലേ? അങ്ങനെ എല്ലാവരും നല്ല മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് വന്നിട്ട് ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരുന്നു. മനസ്സിൽ പതിയണം ഫേസ്. അതാണ്. അല്ല, ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എക്സാം നടത്തുന്ന സമയത്തായാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ കുട്ടി എപ്പോഴും ക്ലാസ്സിൽ നല്ല ആക്റ്റീവ്, എല്ലാ ക്ലാസ്സിലും ഇരിക്കണ കുട്ടിയാണല്ലോ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാർക്ക് കുറക്കാൻ തോന്നില്ല. സൗമ്യ രക്ഷപ്പെട്ടു. സൗമ്യക്ക് 10 മാർക്ക് കിട്ടി. സൗമ്യ ഇന്ന് ഓൺ ചെയ്തില്ലേ? ഇന്ന് ഓൺ ചെയ്തില്ല, ഇന്ന് ഓഫ് ആണ്. 10 മാർക്ക് അതുകൊണ്ട് സ്വാമിക്ക് 5 മാർക്ക് മൈനസ് ചെയ്യാം. അതെ അതെ. ചെയ്യാത്ത എന്താന്നോ, എനിക്ക് പല്ലിന് ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഗൈസ്, പല്ലിന് ചെറിയൊരു കുഴപ്പമുണ്ട്. നീര് വെച്ചിട്ടിരിക്കുക. അപ്പൊ എന്റെ പല്ല് ഒരെണ്ണം എടുത്തിട്ട് എന്തായാലും ക്ലാസ്സിൽ ഇത്തിരി പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. കാരണം പക്ഷെ ഞാന് റിയലി പറഞ്ഞതാണ് കേട്ടോ. അതായത് ആളെപ്പോഴും ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി. അത് മാത്രമല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ പറയും. നിങ്ങൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. So Famida, your class was excellent and presentation and teaching method all over നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സോങ് ഇത്തിരി ഷോർട്ട് ആക്കിയിട്ട് ചെയ്യായിരുന്നു, അത്രേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയുന്ന വേർഡ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വലിയ ഒരു പാട്ടായതുകൊണ്ട് മാത്രമാണ്. ക്ലാസ് എടുക്കുന്ന UKG-യിലുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഇതാണ് സോങ് ആണ് മിസ്സേ. ബിറ്റ്വീൻ ദ സോങ് കുട്ടികളോട് പറയാ, റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്യുക. അതൊന്നും ചെയ്യാതെ അതിങ്ങനെ പാടിക്കൊടുക്കുമ്പോ ഇവര് ചെയ്യില്ല.
കാരണം ഇവരെന്ത് ഉം. ചെയ്യും, ഓ വേണമെങ്കിൽ ചൊല്ലുന്നവര് ചൊല്ലട്ടെ, എല്ലാം പാടുന്നവര് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലുള്ള ടെൻഷൻ കൊണ്ട് ഇപ്പം തന്നെ ആ തലവേദന തുടങ്ങി. ഇത് ഇവരൊന്ന് കഴിഞ്ഞ ടെൻഷൻ ഒന്നും വേണ്ട, ഇതൊക്കെ ഒരു ഞങ്ങൾ തന്നെ എക്സ്പീരിയൻസ്. പറഞ്ഞു കൊടുത്തു. മാം ആദ്യം ഒരു ലൈന് പാടുന്നിട്ട് ഞങ്ങൾ പാടാൻ മറ്റത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാനെന്തോ ഓക്കെ ഇതിങ്ങനെ അഫ്നിത. ഓരോ തീർത്താലും മതിയെന്നുള്ള ആ ഇതില് ബിറ്റ്വീൻ ദ ക്ലാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ് ഇതില് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവരൊന്ന് എൻകറേജ് ചെയ്യാം. ചിൽഡ്രൻസ് പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ, പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്നുള്ള ഒരു വേർഡ് പറയുമ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യാം, കേൾക്കണില്ല എങ്കിൽ കുഡ് യു സ്പീക്ക് ലൗഡർ, ഇത്തിരി ഉറക്കെ പറയോ, അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ സിറ്റ് പ്രോപ്പർലി, ഇങ്ങനെയുള്ള വേർഡൊക്കെ യൂസ് ചെയ്യാം. ഇംഗ്ലീഷ് പേടിയാവ ഗ്രാമർ തെറ്റിപ്പോവും. ഒരുപാട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരുപാട് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി ഇതിൽ ഒന്നും രണ്ടോ അല്ല, ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി എനിക്കും കിട്ടിയില്ല, അത് എവിടെയല്ലോ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു, അതായത് ഒന്നോ രണ്ടോ ആണെങ്കിൽ കറക്റ്റ് എനിക്ക് അത് എടുത്ത് പറയാൻ പറ്റും. കുറെ മിസ്റ്റേക്സ് നമ്മളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചോണ്ടിരുന്നാ കുഴപ്പമില്ലല്ലോ. നമ്മളിപ്പോ സംസാരിക്കുന്ന ഫുൾ എല്ലാരോടും മലയാളം തന്നെ. അപ്പൊ മലയാളം എന്തിനാ സംസാരിക്കണേ? അല്ല ഇവിടെ അല്ല, ക്ലാസ്സിലല്ല, നമ്മളിപ്പോ അല്ലാണ്ടല്ല സംസാരിക്കണം സംസാരിക്കണ എന്തിനാ? എന്റെ You should try to speak in English. എന്റെ Try മക്കൾക്കൊക്കെ ചെയ്യണം. നല്ലോണം അറിയാം. എയ്ത്തിലാ പഠിക്കുന്ന. ഒരു കാണിച്ചാല് ഇപ്പൊ അടുത്ത സ്കൂൾ ഒരു വർഷമായിട്ടേ ഉള്ളൂ, എബ്രോഡുള്ള. അപ്പൊ അവരൊക്കെ നല്ലോണം സംസാരിക്കും, ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും ഒക്കെ. ഞാൻ മാത്രം ഇങ്ങനെ നമ്മളിപ്പോ സംസാരിക്കുന്ന അല്ല, ട്രൈ വീട്ടിലുള്ള ചെയ്യാ, ആൾക്കാരോട് ട്രൈ ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. മിസ്റ്റേക്സ് വന്നോട്ടെ, തെറ്റിക്കോട്ടെ, പിന്നെ എന്താ പറയാ, സ്വയം കറക്ഷൻ ചെയ്യാം. നേരത്തെ ഉച്ചയ്ക്ക് ക്ലാസ് എടുത്ത കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് എന്തോ ഒന്ന് രണ്ട് മിസ്റ്റേക്സ് പറ്റിയപ്പോ അവരെന്നെ കറക്ഷൻ ചെയ്തിട്ട് അത് തിരുത്തിയിട്ട് കറക്റ്റ് അത് പ്രൊണൗൺസ് ചെയ്തിട്ട് ആ ഗ്രാമർ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അങ്ങനെ നമ്മൾ തെറ്റിയിട്ട് തിരുത്തണം, അല്ലാതെ മനസ്സിലാക്കണുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് മിസ്റ്റേക്സ് എന്നുള്ളത്. അപ്പൊ അതുപോലെ ചെയ്യാട്ടോ, തെറ്റിയിട്ട് കറക്ഷൻ ചെയ്താൽ മതി. അതിപ്പോ ആരെ കിട്ടിയാലും ട്രൈ ചെയ്യും. ഓക്കെ, ഓക്കെ മിസ്സേ. വീട്ടിലുള്ള കുട്ടികളായാലും ആരോടായാലും ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ട്രൈ ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും, ഇത് ലാംഗ്വേജ് ഇംപ്രൂവ് ആണുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാം നന്നായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, എഴുതി കാണിച്ചു കൊടുത്തു, സൗണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പിക്ചർ ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, ഹോംവർക്കിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കുറച്ച് സോങ് ഇത്തിരി നീണ്ടുപോയത് ഇവർക്ക് ബോറടിച്ചു. ഇവര് ഇത്തിരി ഈ പിടിച്ചിരുത്തേണ്ട ടിപ്പ് വേണമായിരുന്നു. അത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കായിരുന്നു. ഇതല്ലേ ഷാനൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചതിന് ഷാനൊക്കെ അവിടെ ഇതായിക്കോളും. നെക്സ്റ്റ് ക്ലാസ്സില് എല്ലാരും അതൊക്കെ അത്രേ ഉള്ളൂ അല്ലെ. നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടി അടിപൊളിയായിട്ട് ട്രൈ ചെയ്താൽ മതി. ഒരു കോൺഫിഡൻസ് വരും. നമുക്ക് തെറ്റിയിട്ട് നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഇവിടെ ഇന്ന് മിസ്റ്റേക്സ് രാവിലെ ഒന്നും തുടങ്ങിയിട്ട് ടീച്ചിങ് ഇന്ന് സ്കിൽ. ക്ലാസ് എടുക്കണം എന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഇന്നതാ ഞാൻ ഫസ്റ്റ് തന്നെ പക്ഷെ ആ ഒരു കേറിയിട്ട് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ആരും കാണിച്ചില്ലേ. ഫമിത മാത്രാണ് ആ ഒരു കോൺഫിഡൻസ്, ക്ലാസ് എടുക്കാനുള്ള ഇതിന് കോൺഫിഡൻസ് മാർക്കുണ്ട് കാണിച്ചത്. മിസ്സേ. അതിന് മാർക്കുണ്ട് ഇടാം, അതിന് മാർക്കുണ്ട്. ഇന്റേണൽ മാർക്കിന് ഒരു 5 മാർക്ക് കൂട്ടിയിട്ട് ഇടും അതിന്. ആ ഒരു കോൺഫിഡൻസ് താങ്ക് യു. അല്ല, എല്ലാത്തിനും നമ്മൾ ആദ്യം റെഡി ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളുടെ ഗഡ്സ് ആണത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ മാറി നിന്നതിനെ കൊണ്ട് എന്താ, നമ്മൾ എപ്പോഴായാലും ചെയ്യേണ്ട കാര്യങ്ങള് അത് ഓൺ ടൈം നമ്മൾ ചെയ്ത് തീർക്കാം. അഫ്നിത ഇന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ അവള് ഫുഡ് ഉണ്ടാക്കാൻ പോയല്ലേ. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ആരൊക്കെ എടുക്കേണ്ടതെന്ന് മിസ് പറ. അടുത്ത ക്ലാസ്സോട് കൂടി ഡെമോ ക്ലാസ്സിന്റെ സെക്ഷൻ, ഈ ലെറ്റർ വെച്ചിട്ടുള്ള സെക്ഷൻ അവസാനിച്ചിട്ട് ഞാനൊരു ടോപ്പിക്കിന്റെ സംഗതി എങ്ങനെയാണ് പഠിപ്പിച്ച് അഫ്നിത എല്ലാ ക്ലാസ്സിലും നെക്സ്റ്റ് പറയും. അപ്പൊ അടുത്ത ക്ലാസ്സോട് കൂടി ഈ ലെറ്റർ വെച്ചിട്ടുള്ള ഡെമോ ക്ലാസ് ഫിനിഷ് ആവും, അത് ക്ലോസ് ആവും. പിന്നെ ഞാനൊരു സെക്ഷനിൽ കാണിച്ചു തരും എങ്ങനെയാണ് ടോപ്പിക് വെച്ചിട്ട് ക്ലാസ് എടുക്കണമെന്നില്ല. അത് കറക്റ്റ് ഞാൻ ലൈവായിട്ട് പറഞ്ഞുതരും. അഫ്നിത പൊളിക്കോ അത്രേ. We are waiting for that. Okay, അഫ്നിത ആ പൊളി കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ? അല്ല മക്കളെ, നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. ഭയങ്കരമായിട്ട് ഡയലോഗ് ഒക്കെ വരുന്നുണ്ടേ. അത് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പൊളിക്കും ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ
ആള് ക്യാമറ ഓഫ് ചെയ്തിട്ട് മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് ഈ ഡയലോഗ് ഒക്കെ വരുന്നത്. നമുക്ക് നോക്കാം. വീട്ടില് മൊത്തം ഭയങ്കര ഒരുപാട് ആളുകൾ ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നതൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. വീട്ടില് ഭയങ്കര സീനാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഫുഡ് വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും മേ ബി ഇന്ന് ആ വരാൻ പറ്റാത്തത്. നമ്മളതൊക്കെ എല്ലാം കൂടി തലയിൽ വെച്ചിട്ട് എല്ലാം കൂടി കൊണ്ടുപോകാൻ വിചാരിച്ചാൽ നടക്കില്ല. കുറെയൊക്കെ കെയർലെസ് ആയിട്ട് വിടേണ്ട കാര്യങ്ങളൊക്കെയാണ്. കാരണം എല്ലാം നമ്മൾ എപ്പോഴും എഫേർട്ട് എടുത്ത് ചെയ്തു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സോട് കൂടി ഡെമോ ക്ലാസ് ലെറ്റേഴ്സിന്റെ ആ ഒരു സെക്ഷൻ ക്ലോസ് ആണ്. ഓക്കെ. അഫ്നിത എന്ത് പറ്റിയിടാ? വോയിസ് ഇല്ലാലോ, ടൈപ്പിംഗ് എല്ലാം വരുന്നില്ലോ. അവളെ സിസ്റ്റിന് എന്തോ ഒരു ബാക്ക് ബാക്ക് പെയിൻ പെയിൻ ഉണ്ടായിട്ട്. അപ്പൊ പണിയെടുക്കാൻ അത് ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊക്കെ ഇരുന്ന് ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. 2 month ആയല്ലേ. ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സിന്റെ ആ ഒരു സെക്ഷനോട് കൂടിയിട്ട് ഡെമോ ക്ലാസ് പിന്നെ ലെറ്ററിൻ്റെത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു സെക്ഷനിൽ ഞാൻ ആ ഒരു ടോപ്പിക് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സീസൺസ്, കളേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്ത് ടോപ്പിക്കും, മാത്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, എന്തായാലും ഞങ്ങൾക്ക് എടുക്കാറുണ്ട് മാം. നമ്മളെ വീക്ക്ലി ക്ലാസ്സിലെ ടോപ്പിക്കാണ്. ലെറ്ററൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ടോപ്പിക്കാണ്. ഞങ്ങൾ ഒരുപാട് ക്ലാസ് അതിന്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരും. അതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ അത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരു 4-5 കുട്ടികൾ ഒരു സെക്ഷനിൽ എടുത്തിട്ട് നമുക്ക് തിയറിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഒറ്റ സെക്ഷനിൽ പറ്റുന്ന കുട്ടികൾ എടുത്താൽ മതി. അത് നല്ല കുട്ടികൾ റെഡി ആയിട്ട് വരും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കളപ്പല്ല മാം. ഞങ്ങളെല്ലാവരും അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ട് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കും. അതൊരു സൈക്കോളജിക്കൽ മൂവിങ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല കുട്ടികൾ മനസ്സിലായി. റെഡി ആയിട്ട് വരുവേ. എല്ലാത്തർക്കും ചാൻസ് ഇല്ല. അതാ വരൂ, നോക്കാം നമുക്ക്. റൈഹാനത്ത് എന്തൊന്നും പറയാത്തേടാ? ഇവര് ചാൻസ് റേറ്റ് ആണോ? അതായിരിക്കും മിക്കവാറും. ഓ, ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഡോക്ടറെ അടുത്ത് പോയതേനു. എന്ത് പറ്റി? അത് മോളെ കാണിക്കാൻ പോയതേനു. പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ. അപ്പൊ ഓക്കെ. കഴിച്ചു. അപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുത്ത ആരോ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഫമിദിന്റെ ക്ലാസ് എടുത്തു, കുഴപ്പമില്ലാതെ എടുത്തു. പിന്നെ ഇവർക്ക് റൈംസ് റിപ്പീറ്റ് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ അത് ശരി. കുഴപ്പമൊന്നുമില്ല. അതിനാണ് മൂഡ് ഓഫ് ആയിക്കണ്ടല്ലേ. മൂഡ് ഓഫ് ആയാലെന്താ, അങ്ങനെ എല്ലാവരും എന്തൊക്കെയോ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടല്ലോ. എല്ലാവരും ആരായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കും. അത് മിസ്റ്റേക്സ് ഒന്നല്ല, ഇവർക്ക് ആ ഒരു പോയപ്പോഴല്ലേ അറിയുന്നത് റൈംസ് മാം. കുട്ടികളൊക്കെ മാമിന്റെ ഈ പാട്ട് മടിയന്മാരാണല്ലോ. ഇവരോട് എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ എന്നൊക്കെ എഴുന്നേൽക്കില്ല. കുട്ടികളൊക്കെ അങ്ങനെ ഓപ്പൺ ആയിട്ട് ആയതുകൊണ്ട് പറയുന്നുണ്ട് നമ്മളടുത്ത്. നിങ്ങള് സ്റ്റോറി വേണ്ട. നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, ട്രെയിനിങ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് മാക്സിമം സ്റ്റോറി ആൻഡ് റൈംസ് അവോയ്ഡ് ചെയ്യാം. മറ്റന്നാള് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഞാൻ എപ്പോഴും ഓഫ്ലൈനിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കുട്ടീനോട് എപ്പോഴും ഞാൻ പറയും, ഡെമോ ക്ലാസ് എടുക്കുമ്പോ ആ കുട്ടി സ്റ്റോറി റൈംസ് മാത്രം എടുക്കും. അത് അടിപൊളിയായിട്ട് എടുക്കും. ഞാൻ എപ്പോഴും പറയും, ഇതില് നീ ആള് പുലിയാണ്, പക്ഷെ ഒരു ടോപ്പിക് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ ട്രൈ ചെയ്യുന്നു. ആൾക്ക് പറ്റണില്ല. ടോപ്പിക്കിലേക്ക് പോകുമ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ ടീച്ചിങ് സ്കില്ലല്ല കയ്യിലുള്ളത്, ആ സ്റ്റോറിയോ റൈംസോ നല്ല ഈണത്തിൽ വായിക്കാനും പാടിക്കൊടുക്കാനുള്ള കഴിവുള്ളത്. ടീച്ചിങ് സ്കില്ല് ഉണ്ടായാലേ നമുക്ക് ആ ഒരു ലെറ്ററോ എന്തെങ്കിലും സംഗതിയോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഉണ്ടായില്ല. ട്രെയിനിങ്ങിന് പോയിട്ട് എന്തായി, നന്നായിട്ട് സ്റ്റോറി റൈംസ് ഒക്കെ പ്രസന്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് കാര്യമില്ല. ട്രെയിനിങ്ങിന് പോയിട്ട് ഫുൾ നെഗറ്റീവ് മാർക്ക് കൊണ്ട് വന്നത്. എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ലേ, കഴിയാനായിട്ടില്ല എന്നൊക്കെ അവര് ചോദിച്ചത്ര. വന്നിട്ട് ഭയങ്കര കരച്ചില സംഗതിയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞ എന്തായി ഇപ്പൊ, ഞാനിത് ആദ്യം പറഞ്ഞതല്ലേ. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ടീച്ചിങ് സ്കില്ല് ഇല്ല, ഒട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഫമിത ആയാലും എത്ര കുട്ടികൾ ഇവിടെ ക്ലാസ് എടുത്ത എല്ലാവർക്കും ടീച്ചിങ് സ്കിൽ ഉണ്ട്. കാരണം നിങ്ങൾ അത് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് റേഞ്ച് ഒന്നും വേണ്ട, നമുക്കത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ സ്കില്ല് അറിയാം, കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ അത് ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യണം. അതായത് ഒരു ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതിന്റെ റിലേറ്റഡ് ആയിട്ട് സം വേർഡ്സ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ പിന്നെ ഇത് കിട്ടുക, നോളജ് ഏൺ ചെയ്യണം അവിടെ, അല്ലെ? പുതിയ ഒരു പിന്നെ വാക്കുകളും ഐഡിയാസ് ഒക്കെ അവർ സമ്പാദിക്കണുണ്ട് അവിടെ. നോളജ്, അറിവ് സമ്പാദിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത് ആ ഒരു മെത്തേഡിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്തായി,
കുട്ടികൾക്ക് പുതിയൊരു നോളജ് കിട്ടി. ഇതൊന്നും ഇല്ലാതെ റൈംസ് പാടിക്കൊടുത്തതിനെ കുട്ടികൾ 1ഓ 2ഓ ക്ലാസ്സിൽ എത്രാന്ന് വെച്ചിട്ടുള്ള റൈംസ് കേൾക്കാം. അപ്പൊ ആ കുട്ടി കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് വന്നു, ഭയങ്കര കരച്ചിലായിട്ട്. ഞാൻ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ് പോയിട്ട് എടുത്തു കൊടുക്ക്, പ്രിൻസിപ്പളിനോട് പറയണം ഇവിടെ വന്ന് ഇരുന്നിട്ട് എന്റെ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യാവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തിയിട്ട് ഈ ക്ലാസ് എടുക്കണം. അങ്ങനെ എടുത്തിട്ട് പറഞ്ഞോളൂ അടിപൊളിയായിട്ട് നിനക്ക് എന്താ പെട്ടെന്ന് സംഭവിച്ചു, നിനക്ക് ആദ്യം ഇത് ചെയ്തുകൂടായിരുന്നോ? എന്നിട്ട് ആളോട് സോറിയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ സോറി പറയാനായാലും ആദ്യം ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ ഉണ്ടായി. ആദ്യത്തെ മാർക്ക് ആദ്യം ക്ലാസ് എടുത്തതിലൊക്കെ ട്രെയിനിങ്ങിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ പോയി, കംപ്ലീറ്റ് മാർക്ക് പോയി. പിന്നീട് അങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗതി എന്ന് പറയുന്നത്, ടീച്ചിങ് സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടോപ്പിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ആദ്യം ക്ലാസ്സിൽ എങ്ങനെയാ വരണ്ടേ? നല്ല സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് ടീച്ചർ എൻറ്ററിങ് ദ ക്ലാസ് വിത്ത് എ സ്മൈലിംഗ് ഫേസ്, നല്ല ചിരിച്ചുകൊണ്ട് കയറിയിട്ട് പോയിട്ട് കുട്ടികളോട് ഹൗ ആർ യു മൈ ഡിയർ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്നേഹത്തിൽ സംസാരിക്കണം, ചിരിച്ചുകൊണ്ട്. അവരെ നമ്മളുടെ ആ ഒരു എൻട്രിങ്ങിൽ തന്നെ അവര് നല്ല എനർജി, ചിരിച്ചുകൊണ്ടാവേണ്ടി വരും. അതാണ് ദേഷ്യമോ വിഷമോ സങ്കടമൊക്കെ ക്ലാസ്സിന്റെ പുറത്ത് വെച്ചിട്ട് ഒരു അങ്ങോട്ട് കയറുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രീവിയസ് ആബ്സെന്റ് ആയ കുട്ടീനെ നോട്ട് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പില് പ്രീവിയസ് ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ, ഇനി എത്ര വലിയ ക്ലാസ്സിലായാലും ചെറിയ ക്ലാസ്സിലായാലും പ്രീവിയസ് ക്ലാസ്സിന്റെ റിമൈൻസ് കൊടുക്കാം. ഓക്കെ, എന്താ ചോദിക്കാം? ചിൽഡ്രൻ, ഡു യു റിമെമ്പർ വാട്ട് വി ലേൺഡ് ഇൻ അവർ പ്രീവിയസ് ക്ലാസ്? ഇത് ചോദിക്കാം. ഈ പ്രീവിയസ് ക്ലാസ്സിന്റെ റിമൈൻസ് കൊടുക്കാതെ പുതിയ ടോപ്പിക്കിലേക്ക് എൻട്രിങ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു എന്നുള്ളത് ഒരു റിമൈൻസ് കൊടുക്കുക. എന്നിട്ട് അത് പറയുന്ന കുട്ടീനെ അപ്രിഷിയേറ്റ് ചെയ്യാനും മറക്കരുത്. യെസ്, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്, സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ടോപ്പിക് അല്ലെങ്കിൽ ന്യൂ ലെറ്റർ, ന്യൂ സബ്ജക്റ്റ് എന്താണ് അത് ന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അവിടെ. എന്നിട്ട് അതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതും ഒരുപാട് ഇൻഫോർമൽ ടോക്കിലൂടെ വേണം അതിലേക്ക് കടക്കാൻ, അല്ലാതെ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് ഒരിക്കലും കടക്കാൻ പാടില്ല. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കിലൂടെ ആ ടോപ്പിക്കിലേക്ക് കടന്നു ചെല്ലും. ഒരുപാട് എക്സ്ട്രാ അറിവ് അതിലൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലാസ് എടുക്കുക, അതിന്റെ പ്രസന്റേഷൻ ചെയ്യുക, അതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അത് എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുക, സൗണ്ട് പഠിപ്പിച്ചു കൊടുക്കുക. ലെറ്റർ ആണെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അതുപോലെ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക. പഠിച്ചത് ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്, ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് സംതിങ് യു ഷുഡ് ആസ്ക് സംതിങ് റിലേറ്റഡ് ദ ക്ലാസ്, സംതിങ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സം ക്വസ്റ്റ്യൻ യു ഷുഡ് ആസ്ക്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുക. എന്നിട്ട് ഇത് ചോദിച്ചിട്ട് അവർ അത് എത്രമാത്രം ക്യാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. കിട്ടണില്ല, ക്വസ്റ്റ്യൻ ആൻസർ കിട്ടണില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുക. ഈ ഒരു മെത്തേഡ് ഇത്രയേ വേണ്ടൂ ടീച്ചിങ് സ്കില്ല് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഡെവലപ്പ് ആയിക്കോളും. ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ പരിപാടി തീർത്തോളണം. ഇനി ആരും ലെറ്റർ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. വേറെ കാര്യം, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്ലാസ് എടുത്തവരുടെ പേര് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടുക കേട്ടോ. ആ, നാഷണൽ സിംബിൾസിന്റെ നാഷണൽ സിംബിൾസ് ഓഫ് ഇന്ത്യ ഞാൻ അയച്ചുതരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. വെൽക്കം.